നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര ടൗണിലെത്തുന്നവർ ശൗചാലയമില്ലാതെ ദുരിതമനുഭവിക്കുന്നതായി പരാതി. പഞ്ചായത്തിന്റെ അധീനതയിലുള്ള 3 ശൗചാലയങ്ങളും അടഞ്ഞുകിടക്കുകയാണ്. പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള 3 ശൗചാലയവും അടഞ്ഞു തന്നെ. ബസ് സ്റ്റാൻഡിൽ തന്നെ രണ്ടറ്റത്തുമായി 2 ശൗചാലയവും മുമ്പ് പ്രവർത്തിച്ചിരുന്നു. കൂടാതെ ടാക്സി സ്റ്റാൻഡിലുള്ള പുതിയ ശൗചാലയവും ജനങ്ങൾക്ക് തുറന്നുകൊടുത്തിരുന്നു. ഇവിടെയും വെള്ളവും വെളിച്ചവുമില്ല. ഇവിടങ്ങളിലെല്ലാം ദൂരദിക്കിൽ നിന്നും എത്തിപ്പെടുന്ന സ്ത്രീകളും വൃദ്ധരും അടക്കമുള്ള നിരവധി ആളുകളാണ് ശൗചാലയമില്ലാതെ ദുരിതമനുഭവിക്കുന്നതെന്ന് ടൗണിലെത്തുന്നവർ പറയുന്നു. നമ്മുടെ പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ ആയിരക്കണക്കിന് സ്ത്രീകളൊക്കെ വരുന്ന സ്ഥലമാണ്. അവിടെ ഒരു 3 ബാത്റൂമുണ്ട്. ഈ 3 ബാത്റൂമിൽ ഒരു ബാത്റൂമും നിലവിലൊന്നുമില്ല. ഇവിടെ എത്ര സ്ത്രീകളാണ് കഷ്ടപ്പെടുന്നത്. എൻ്റെ കാര്യം പോട്ടെ, നമുക്കൊക്കെ ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഹോട്ടലൊക്കെ കയറി പോകാൻ പറയാം. എല്ലാ സ്ത്രീകൾക്കും അങ്ങനെ പോകാനാകില്ല. സ്ത്രീകൾക്ക് മാത്രം കൃഷി മതി. ബസ്സിലൊക്കെ ഡ്രൈവർമാരൊക്കെ വന്നിട്ട് എത്രയോ കഷ്ടപ്പെട്ട് അവിടെ ഇവിടെയൊക്കെ എല്ലാം മൂത്രമൊഴിക്കണം. സ്ത്രീകൾക്ക് പറഞ്ഞാൽ എവിടെ നിന്നാണ് മൂത്രമൊഴിക്കാൻ പറ്റില്ല. പിന്നെ വേറെയും കാര്യങ്ങളുണ്ട്. അവർക്ക് വേറെ എന്തെങ്കിലും അത്യാവശ്യം ഒരു കാര്യത്തിൽ പോകണം, ബാത്റൂം തേടിയിട്ട് പോകാനാവും. ഈ ബാത്റൂം കൂടെ ഈ ബസ് സ്റ്റാൻഡ് ഇല്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റും? വളരെ ബുദ്ധിമുട്ടിലാണ്. പിന്നെ ഒരുപാട് ആൾ പുറത്തുള്ള ഒരുപാട് ആളുകളൂടെ വരുന്നതല്ലേ, വളരെയധികം ബുദ്ധിമുട്ടിലാണ്. പിന്നെ ഇവിടെയൊക്കെ വന്ന് മൂത്രമൊഴിച്ച് നാശമൊക്കെ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇവിടെ നിൽക്കാൻ കൂടി പറ്റുന്നില്ല. ഇവിടെയൊക്കെ മൂത്രമൊഴിച്ചിട്ട് പുറത്തൊക്കെ കുറച്ചൊരു ബാത്റൂം പെട്ടെന്ന് കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. പെട്ടെന്ന് പണി വെച്ചിട്ട് ബ്ലോക്കാന്ന് പറയുന്നത്. നമ്മുടെ മൂത്രപ്പുര അടിഞ്ഞെടുക്കുകയാണ്. ഇത്രയും 6 ദിവസമായിട്ട് ആർക്കും മൂത്രമൊഴിക്കാൻ പോകാനാത്ത അവസ്ഥയും അങ്ങനത്തെ ദുരിതം വഹിച്ചിട്ട് അടുത്തുള്ള കടക്കാരൊന്നും വരുന്നില്ല. ഈച്ച കൊണ്ടുള്ള ശല്യം വേറെ. ഇത്രയും അടഞ്ഞു കിടന്നിട്ട് അധികാരികൾ ഇതിൻ്റെ പഞ്ചായത്തിൽപ്പെട്ട സർക്കാരൊന്നും നടത്തുന്ന ബസ് സ്റ്റാൻഡിലെ ശൗചാലയം അടച്ചിട്ടിട്ട് ഒരാഴ്ചയാവുന്നു. റിപ്പയർ കാരണം അടച്ചിടുന്നു എന്ന ബോർഡാണ് ഉള്ളത്. യാതൊരു പ്രവൃത്തിയും നടക്കുന്നുമില്ല. ഉടൻ തന്നെ ശൗചാലയം തുറന്നു പ്രവർത്തിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്ന് പേരാമ്പ്ര ബസ് സ്റ്റാൻഡിലെത്തി പൊതുപ്രവർത്തകനായ പ്രസൂൺ പറഞ്ഞു. പേരാമ്പ്ര ബസ് സ്റ്റാൻഡിലെ ശൗചാലയം ഇന്നേക്ക് ഒരാഴ്ചയാളെ അടഞ്ഞു കിടക്കുകയാണ്. അവിടെ ബസ് സ്റ്റാൻഡിൽ എത്തിപ്പെടുന്ന യാത്രക്കാർക്കും വൃദ്ധന്മാർക്കും എല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. എത്രയും പെട്ടെന്ന് ഇത് പരിഹാരം കാണണമെന്ന് ഗ്രാമപഞ്ചായത്തിനോട് ആവശ്യപ്പെടുക. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.